ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ വേഗം കിച്ചൺ ക്ലീനിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ റമദാനൊക്കെ ആയതുകൊണ്ട് നനച്ചുള്ളിയും കാര്യങ്ങളൊക്കെ എല്ലാവരും വീട്ടിലും തന്നെ ആവും ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കിച്ചണാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ച് നിന്ന് എവിടുന്ന് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ റേക്കുമ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റേക്കുമുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൗണ്ടർ ടോപ്പുമൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അതൊക്കെ ആദ്യം ഒന്ന് കഴുകി വെച്ച് ഒക്കെ കൂടെ വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പം തന്നെ തലപ്പിരാന്ത് വരും. അപ്പോൾ ഓരോ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ റേക്കുമുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് അതൊക്കെ കഴുകി വെച്ച് അതിതാ കുട്ടികൾ ഇവിടെ വെയിലത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒരു ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ടേന്. അങ്ങനെ ഇതാ കിച്ചണിലുള്ള റേക്കുമുള്ള പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ വെക്കുന്നത് സ്റ്റാൻഡാണ് കേട്ടോ. ഇത് ആ ഒരു സ്റ്റാൻഡുമുള്ള പാത്രങ്ങളും അതേപോലെ തന്നെ ഒക്കെ എടുത്ത് കഴുകി ഒക്കെ വെയിലത്ത് കൊണ്ടുപോയി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ടേനും. പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ ദിക്ർ വാർഷികം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിച്ചുമോൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബോട്ടിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓരോ പൊതിയൊക്കെ ആക്കി വെച്ച് പിന്നെ ആ ഒരു ബോട്ടിലും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടോ. പിന്നെ നമ്മളെ ഈ ഒരു ചുമരും വെള്ള ടൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ക്ലീൻ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ മാറാലും പൊടിയൊക്കെ തട്ടിയിട്ടുണ്ടേനും. അങ്ങനെ അതൊക്കെ തട്ടി അടിച്ചു വാരിട്ടിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റവ് ആണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഓരോ ഭാഗം ക്ലീൻ ചെയ്തെടുത്ത് നമ്മളെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചല്ലോ, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളൂ. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. അപ്പോൾ അത് അത്രയും പാത്രങ്ങളാട്ടോ നമ്മൾ കഴുകി വെച്ചത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.